ഇത് വെറുതെ പറഞ്ഞാലടാ, സംഭവം സത്യമാണ്. ബസ് റൂട്ട് ഫ്രണ്ടേജാണ് വീട്. അധികം പഴക്കൂലാത്ത ഈ വീടാണ് വെറുതെ കൊടുക്കുന്നു പറഞ്ഞത്. കാരണം ഒരു കംപ്ലൈന്റ് ഇല്ല, നിങ്ങൾക്ക് ഒന്ന് നോക്കാം. കാരണം അത്രയും സെറ്റപ്പ് വീടാണ്. കാരണം ഒരിക്കലും എത്രയും പെട്ടെന്ന് വിൽക്കണം. അതുകൊണ്ടാണ് ഈ വീട് വെറുതെ കൊടുക്കുന്നത്. 5 ബെഡ്റൂം വേണ്ടി ഉണ്ടായിരുന്നു. 4 വലിയ ബെഡ്റൂമും, അത് 10-300 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമും, പിന്നെ ഒരു ചെറിയ ബെഡ്റൂമും, സർവന്റിനുള്ള ബെഡ്റൂമാണ്. കണ്ടോ വീടിന്റെ ഒരു സെറ്റപ്പ് നോക്കി. അടിപൊളി വീട് എന്ന് പറഞ്ഞാൽ അടിപൊളി വീട്. ഈ സ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താൽ മതിയെന്ന്. ഇത്രയും ഇതില് ഒരു വീട് ഞാൻ വേറെ എന്റെ അടുത്ത് വന്നിട്ടില്ല ഇതിക്ക് മുന്നേ. അത്രയും സെറ്റപ്പിലുള്ള ഒരു വീടാണ്. നിങ്ങൾ ഈ വീടിന്റെ അകമൊന്ന് കയറി കാണണം, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ട അത്യാവശ്യം ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് കണ്ടില്ല, മാവ്, പ്ലാവ് എല്ലാരും കായ്ക്കണം. ഇതിന്റെ ബാക്കിലൊക്കെ ഞാൻ കാണിച്ചത് ഒരുപാട് ഐറ്റംസ് ആണ്. അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് റിക്വസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക. കാരണം ഇതുപോലെ ഒരു വീടൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചില്ലെങ്കിൽ പിന്നെ ഏത് വീടിനോ നമ്മൾ ലൈക്ക് അടിക്കണം. ഇതല്ല ഇവിടെ ചന്ദനം വരെ നിൽക്കണം. അത് നിൽക്കുന്ന ചന്ദനവും, ചന്ദനത്തിന്റെ തൈയായിട്ട്. ചന്ദനം വലിയ മരമൊന്നും ആയിട്ടില്ല, ചന്ദനത്തിന്റെ തൈ. എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. വൻസെറ്റ് പോലെ മാങ്ങയൊക്കെ ഉണ്ടാക്കി കിടക്കണം. ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാക്കി കിടക്കണം. വീടിനാണെങ്കിൽ അധികം പഴക്കൂല. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ട. കാരണം ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടി. ഇതല്ല കാർ പോർച്ച്. ഈ വണ്ടി പാർക്കിങ്ങിന്റെ കാര്യമേ സംസാരിക്കും. കാരണം ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. സിറ്റ് ഔട്ടൊക്കെ ആണെങ്കിൽ ലെങ്തി കിടക്കണം. അപ്പൊ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പണിതേക്കുന്ന ഒരു വീട്. ഇപ്പൊ ഇപ്പുറത്തേക്കാണെങ്കിൽ ചെടി കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് വേറെ. കണ്ട എന്ത് ഭംഗിയാണ് നോക്കി. ശരിക്കും ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലല്ല വേറെ ലുക്കാണ്. കാരണം ഇവര് ഇതിന്റെ തൊട്ടപ്പുറത്തിന് വേറെ 6500 സ്ക്വയർ ഫീറ്റ് ഇതിലും വലിയൊരു വീട് പണിയുണ്ട്. അപ്പൊ അത് കാരണം ഈ വീട് വെറുതെ ആർക്കെങ്കിലും എന്താ മാവാണ്, ഇഷ്ടംപോലെ മാങ്ങകൾ വാങ്ങും. മനസ്സിലാവുക, ഇതിനൊരു വലിയൊരു കൊട്ടാരം കൊടുത്ത് വീഴുന്ന ഒരു പണിയാണ്. അപ്പൊ അവർ അതുകൊണ്ട് മാത്രമാണ് ഈ വീട് വെറുതെ കൊടുക്കാന്ന് വിചാരിച്ച്. ആ സ്ഥലത്തിന്റെ വില മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് കൊടുക്കും. മനസ്സിലായി. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, വേറെ ബാധ്യത അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പൊ ഇഷ്ടംപോലെ മുളക് കാര്യങ്ങളൊക്കെ കൂടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ സ്ഥലമാണ്. ഇതിന്റെ ബാക്കിലും കേട്ടിട്ടുണ്ട്, ബാക്കിലും റോഡുണ്ട്. അങ്ങനെ എന്താ പറയണ, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നത് സത്യം പറഞ്ഞ. ബാക്കിൽ കേട്ടിട്ടുണ്ട്, അങ്ങാട് വേറെ റോഡുണ്ട്. ഇവിടേക്ക് ആണെങ്കിൽ കൃഷി ചെയ്യാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വരുന്നുണ്ട്. ഇഷ്ടംപോലെ തെങ്ങ്, പ്രാവും കൂടാണ് നേരെ കണ്ടത്. ഇത് ആടിന്റെ കൂട്, അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള ഒരു വീട്. ഞാൻ വണ്ടി വന്നിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടു നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾ പറയണത് ഇത് ലാഭമാണോ നഷ്ടമാണോ. കാരണം ഇത്രയും നല്ല അധികം പഴക്കം പോലും ഇല്ലെന്ന്. കാരണം അവര് മറ്റേ വലിയ വീട് വെക്കണ കാരണം പിന്നെ ഈ വീട് അപ്പൊ ഇത് വാങ്ങിക്കണവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാന്നുള്ളൊരു മൈൻഡ്, അത് അവരുടെ നല്ല മനസ്സ്. അത് കാരണം ഉണ്ട് ഇതിങ്ങനെ കൊടുക്കണത്. അത് നിങ്ങളോടൊന്ന് കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരാളെ വെക്കണത് ഞങ്ങൾ 6500 സ്ക്വയർ ഫീറ്റ് ഒരു കൊട്ടാരം കൊടുത്തൊരു വീടാണ് വെക്കണം. അപ്പൊ ഈ വീട് മനസ്സിലായി, വീട്ടിൽ പിന്നെ ഒന്ന് താമസിക്കാനൊന്നും കാര്യമില്ല ഉണ്ടാവും. അപ്പൊ ഇത് വാങ്ങി സ്ഥലം വാങ്ങിക്കണം, ആ വീടങ്ങൾ ഫ്രീ കൊടുക്കാൻ അവരങ്ങനെ വിചാരിച്ചു. ഇഷ്ടംപോലെ പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കുറച്ചോടെ കണ്ടോ. ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം, എന്നിട്ട് ഞാൻ എന്റെ ഡീറ്റെയിൽ പറയട്ടെ. കണ്ടോ വൺ സെറ്റപ്പ് എന്ന് വെച്ചാൽ വൺ സെറ്റപ്പ് ഉണ്ടാവും. ഇതിന്റെ ബോർഡർ ഒക്കെ കൊടുക്കുന്ന വേറെ കളറാണ്. കണ്ടോ ഡിസൈൻ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്താലും മനസ്സിലാവും. നല്ല ലെങ്തി കിടക്കുന്ന സിറ്റ് ഔട്ട്. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കി. വേറെ ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് നോക്കി. നമുക്ക് ഏരിയ തന്നെ വഴിക്ക് ഒരു ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ ചെയ്ത്, അത് ഗ്രാൻഡ് വീടാണ്. ഞാൻ തന്നെ ആലോചിച്ചു ഒരാളെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. കാരണം പുള്ളി ഞങ്ങൾ ഇതിനേലും വലിയ വീട് പണിത്. കാരണം ഇവര് ഇവിടെ നിന്നിട്ടാണ് അത്രയും വലിയ വീട് പണിതത്. കാരണം അത്രയും കാശുള്ള വീടാണെന്നാണ് അവര് പറയുന്നത്. അപ്പൊ അത് കാരണം ഇത് കാശിനല്ല, ഇത് വെറുതെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് ഈ പറമ്പ് വാങ്ങിക്കണക്ക് വെറുതെ കൊടുക്കണമെന്ന്. ഹാള് കണ്ടോ, അടിപൊളി വിശാലമായൊരു ഹാള്. എല്ലാം നല്ല സ്പേസ് ആണ്. ഇതിന്റെ റൂമൊക്കെ കാണും. ഒരേ റൂമും 10-300 സ്ക്വയർ ഫീറ്റ് ആണ് ഒരേ റൂം. വലിയ വലിയ റൂമുകളാണ് അതിനുള്ള, എല്ലാം അറ്റാച്ച്ഡ്. നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ മെയിൻ്റെനൻസ് ഉണ്ട്. കാരണം വീട് വരുന്നത് കമ്പനിടത്ത് വുഡ് പാനലൊക്കെ ചെയ്ത് വെറുതെ അടിപൊളി. ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ അതിന്റെ കബോർഡ് കാര്യങ്ങൾ വൺ സെറ്റപ്പ് ഉള്ളത്. വൺ സെറ്റപ്പ്. ഈ വീടൊന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് പിന്നെ ബാത്റൂമിന്റെ ഇതൊക്കെ മാറാം. അതിപ്പോ ഇത്രയും വലിയ വീട് ചെയ്യുന്ന ആരായാലും മാറും. കണ്ടോ റൂമിന്റെ വലിപ്പം നോക്കി. ഓരോ റൂമും 10-300 സ്ക്വയർ ഫീറ്റ് എടുക്കേണ്ടതുകൊണ്ട് ഒരേ റൂം. അത്രയും വലിയ റൂമാണ് ഈ വീടിനുള്ളത്.
അതിന്റെ ബാത്റൂം, കബോർഡ്, എല്ലാ റൂമും ഇതുപോലെയാണ്. എല്ലാ റൂമും ഒന്നിനൊന്നും വെച്ചോന്ന് അറിയില്ല. അതേ കൂട്ടാണ് എല്ലാ റൂമും ഫിനിഷ് ചെയ്തിട്ടേക്കണം. എന്റെ ബാത്റൂം, ഞാൻ ബാത്റൂമിന്റെ അതൊന്നും കാണിക്കില്ല, കാരണം അത് പഴയ മോഡലല്ല, ചെറിയ ടൈലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഹൈടെക് ആയില്ല, വലിയ ടൈലൊക്കെ മേടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ, കാരണം ഇതിന്റെ ലുക്കേ മാറും. ഇതിന്റെ അകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് ഈ ജില്ല മാറിപ്പോ ഇത്രയും നല്ലൊരു വീഡിയോ വന്നിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് വളരെ ഇത് നഷ്ടമായി പോകും. കാരണം നമ്മളെ സബ്സ്ക്രൈബർമാർക്ക് ഇരിക്കട്ടെ, ഇത് ഇത്രയും നല്ല വീട്, രണ്ടാമത്തെ ബെഡ്റൂം വേണ്ട, അതിനകത്ത് ടി വി കാര്യങ്ങളെല്ലാം സെറ്റപ്പും ഉണ്ട്. അത്യാവശ്യം എല്ലാ സെറ്റപ്പുള്ള വീട്, എല്ലാം നല്ല വലിയ റൂമും, ഒന്നും പറയാനില്ല. ഈ വീടിന്റെ ലൊക്കേഷൻ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂര് എസ്എംപുരത്താണ് വീട് വന്നത്. അതും ബസ് സ്റ്റോപ്പിൽ തന്നെ. ബസ് സ്റ്റോപ്പിലോട്ട് 200 മീറ്റർ ആയിട്ടുള്ളൂ. ടാർ റോഡ് ഫ്രണ്ടേജാണ് വീടെങ്കിലും ബസ് സ്റ്റോപ്പിലോട്ട് 200 മീറ്റർ, ഒരു എന്താ പറയുക 2 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളത്. ഇതുണ്ട സ്റ്റെയർ കേസിന്റെ കാലൊക്കെ കണ്ട, കംപ്ലീറ്റ് തേക്കാണ്. ഒറ്റ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നും പറയാനില്ല. അത്രയും നല്ല സെറ്റപ്പ് പണിതാണ്. ഇത് വീടിന്റെ പുറത്തിറങ്ങാനുള്ള ഒരു വഴിയാണ് സൈഡിൽ കൂടി. നേരെ നമുക്ക് ആ വെളിയിലെ ഷെഡിന്റെ അങ്ങോട്ട് ചെന്നിറങ്ങാൻ പറ്റും. അതിനകത്ത് ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ കാണണം. പിന്നെ ഈ സൈഡിൽ ഒരു ചെറിയ റൂം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കോമൺ ബാത്റൂം വന്നത്. ഇവിടെ കോമൺ ബാത്റൂം വന്നത്, കോമൺ ബാത്റൂം, അതിന്റെ വാഷ് ബേസിൻ കൗണ്ടർ കണ്ടത്. ഇവിടെ ഒരു ചെറിയ റൂമുണ്ട് സർവന്റിന് ഉപയോഗിക്കാൻ വേണ്ടി. അതിന് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ വീട് ഉദ്ദേശിക്കുന്നതല്ല, ഈ വെറും 1.5 കോടി രൂപ. അതായത് അവിടെ സെന്റിന് ഇപ്പൊ ഈ അടുത്ത് ഈ പ്ലോട്ടിന്റെ ഒരു 10-250 തൊട്ടപ്പുറത്തൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ 7 ലക്ഷം രൂപ ഒരു സെന്റ് വിറ്റ് പോയത്, 31 സെന്റ് വിറ്റ് പോയത് 7 ലക്ഷം രൂപ സെന്റ് വെച്ചാണ്. ഇവിടെ അത്ര വീടുകൾ, ഇവർ ഈ 37 സെന്റിനും കൂടി, അതായത് 4 രൂപ 4.5 രൂപ പോലും വിലയിടങ്ങളിൽ ഇവര് മൊത്തത്തില്, അതായത് അത്രയും താത്തിയാണ് അവർ കൊടുക്കണം. അത്രയും ലാഭമാണ് പോയി വാങ്ങിക്കണത്. എന്ത് വന്നാലും ലാഭം. അവര് 1.5 കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 37 സെന്റ് സ്ഥലവും ഈ വീടും കയ്യിലിരിക്കും. വീടിന് വിലയിട്ടില്ല, അവിടെ സ്ഥലത്തിന്റെ വില നിങ്ങൾ വന്ന് അന്വേഷിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. കാരണം അവിടെ അത്രയും വിലയുണ്ട് സ്ഥലത്തിന്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ തൊട്ടടുത്ത ഒരു ജംഗ്ഷനാണ്. അതേപോലെ 200 മീറ്റർ ഉണ്ടാവുന്നുണ്ട്. അവിടെ ഒരു 31 സെന്റ് സ്ഥലം ഈ അടുത്ത് കച്ചവടം ചെയ്ത് 7 ലക്ഷം രൂപ സെന്റിന് വെച്ചിട്ടാണ്. അതിന്റെ ഒരു ജംഗ്ഷനാണെന്ന് പറയാം. ജംഗ്ഷന് തൊട്ടുള്ള ഈ വീട്, അതിന്റെ ദൂരമില്ല, നടക്കാനുള്ള ദൂരമുള്ളൂ. ഇവിടെ ഒരു സ്റ്റോർ ഏരിയ ഉണ്ട്. ഈ സ്റ്റോർ ഏരിയയുടെ ഒക്കെ ലെങ്ത് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തന്നില്ലേ, ഒരു എൽ ഷേപ്പാണ് കിടക്കുന്നത്. അത്രയും ദൂരമുണ്ട്. കാരണം ഇഷ്ടംപോലെ സൗകര്യമാണ്. 3500 സ്ക്വയർ ഫീറ്റ് വീടാണത്. 1-2 സ്ക്വയർ ഫീറ്റ് ഇല്ല, 3500 സ്ക്വയർ ഫീറ്റ് വീട്. 3000 കണ്ട് ഇത്രയും വർക്കും വുഡും വർക്കും എല്ലാം ചെയ്തേക്കണ വീട് വെറും 1.5 കോടി രൂപ. കാരണം ഇത് ഫൈനൽ റേറ്റ് ആണ്. ഇതിനകത്ത് 1 രൂപ പോലും കുറയൂല. കാരണം ഇവര് ഒറ്റ വിലയാണ് പറയണം, മനസ്സിലായേ? ഒറ്റ വില. അതായത് കാരണം അവര് ഇത്രയും ഐറ്റം, കാരണം ഇതോടൊരു ഒരു പെരവണിയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ 1.5 കോടി രൂപ ഒന്നുണ്ട് ഇത്രയും സെറ്റപ്പിൽ പണിയണമെങ്കിൽ. അപ്പൊ ഇതിന് 37 സെന്റ് സ്ഥലവും അവരെ സ്ഥലത്തിന്റെ വില. വീട് ഫ്രീ ആണ്, വീടിന്റെ വിലയെ പറയാനില്ല. കാരണം ഈ വീട് 12 വർഷം പഴപ്പോൾ ഇതിന് 2.25 കോടി രൂപ വാല്യൂ ഉണ്ട്, വാല്യൂ ഇട്ടുണ്ട്. 2.25 കോടി രൂപ. നിങ്ങളോട് ചോദിക്കുന്നത് 1.5 കോടി രൂപ ഉണ്ട്. 2.25 കോടി രൂപ ബാങ്ക് വാല്യൂ ഇട്ടേക്കുന്നത്. ഈ 80 ലക്ഷം രൂപ ഓൾറെഡി ലോൺ ഉണ്ട്. അത് നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്തില്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്ത് തരും. അത് ബാക്കി പൈസ മാത്രം കണ്ടാൽ മതി. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ മുകളിൽ വേറെ ലോൺ കിട്ടണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ആ റൂമിന്റെ ബാത്റൂം, റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ? റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു 1.5 റൂമാണ്. റൂം എല്ലാവരും അത് ഇവിടെ തന്നെ. എല്ലാം നല്ല ഏരിയയുള്ള റൂമുകൾ ഉണ്ടോ, എല്ലാം അറ്റാച്ച്ഡും AC കാര്യങ്ങളെല്ലാം സെറ്റപ്പുള്ള. നിങ്ങൾ ആകെപ്പാട് ചെയ്യേണ്ടത് ഈ വീട് വാങ്ങിക്കഴിഞ്ഞാൽ ഈ വീടിന്റെ ബാത്റൂമിന്റെ ടൈലും അതിന്റെ ഫിറ്റിങ്സും അങ്ങോട്ട് മാറ്റിക്കളെ. കാരണം വലിയ വീട് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആദ്യം, കാരണം ഇവരൊക്കെ ഇത്രയും നാൾ ഉപയോഗിച്ചല്ലേ, അപ്പൊ നമ്മളൊരിക്കലും മറ്റുള്ളവർ ഉപയോഗിക്കാണ്ടിരിക്കാൻ എന്റെ ഒരു അഭിപ്രായം ഉണ്ടാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാഷ് ചെയ്തൊക്കെ ക്ലിയർ ആക്കണമെങ്കിൽ ആക്കാം. പക്ഷെ അതിലൊക്കെ ഏറ്റവും ബെറ്റർ അത്ര. കാരണം ഈ ഒരു 4 ബാത്റൂം 5 ബാത്റൂം ചേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇത്ര രൂപ ചിലവാകുള്ളൂ, അല്ല അതിൽ കൂടുതൽ പൈസ ഒന്നും ചിലവാകൂല. അപ്പൊ ആ ഒരു രീതിക്കാണ് ബാൽക്കണി. ഇനി ബാക്കിൽ വേറെ ഉണ്ട് ബാൽക്കണി കണ്ട. ഇവിടെ നേരെ നോക്കിയാൽ ബസ് പോണ റൂട്ടാണ് കാണുന്നത്.
ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീട്. നിങ്ങളുടെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. ബാക്കും നല്ല ഏരിയയും. അവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണി അലക്കലും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാനിടലും അങ്ങനെയുള്ള പരിപാടിയിലേ അവിടെ ചെയ്യാൻ പറ്റും. കണ്ടത് ബാക്കിലും വലിയൊരു ഹാളുണ്ട്. കണ്ട് ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നു. ഇതെല്ലാം എടുത്ത് മാറ്റും, എല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് വരും നിങ്ങൾക്ക്. കണ്ട് ഇതൊക്കെ ഡ്രസ് വർക്ക് ചെയ്തെല്ലാം പക്കയാക്കിട്ടേക്കും. അപ്പൊ ഈ വീഡിയോ വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ